ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 70 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 11/4/2026 രാത്രി 8 മുതൽ 10 വരെ നടത്തപ്പെടുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഗലാത്യ 3-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? എ 29, ബി 19, സി 24, ഡി 26. ഉത്തരം എ 29. ചോദ്യം 2. ഗലാത്യ 3-ാം അധ്യായത്തിന് എത്ര തലക്കെട്ടുകളുണ്ട്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം സി 4. ചോദ്യം 3. ഗലാത്യ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തലക്കെട്ട് എന്ത്? എ പുത്രത്വവും അവകാശവും, ബി നിയമമോ വിശ്വാസമോ, സി നിയമവും വാഗ്ദാനവും, ഡി നിയമത്തിൻ്റെ ഉദ്ദേശം. ഉത്തരം എ പുത്രത്വവും അവകാശവും. ചോദ്യം 4. ഗലാത്യ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? എ യേശുക്രിസ്തുവിൽ വിശുദ്ധരായവരെ, ബി പ്രിയപ്പെട്ട വിശ്വാസികളെ, സി ഭോഷന്മാരായ ഗലാത്യക്കാരെ, ഡി ഗലാത്യയിലെ സഹോദരരെ. ഉത്തരം സി ഭോഷന്മാരായ ഗലാത്യക്കാരെ. ചോദ്യം 5. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ എന്തായിരിക്കെയാണ് നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് എന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്? എ സ്നാനം സ്വീകരിച്ചവനായി, ബി ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ, സി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി, ഡി മഹത്വീകരിക്കപ്പെട്ടവനായി. ഉത്തരം ബി ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. ചോദ്യം 6. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്ന പ്രസ്താവനയെ തുടർന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്ന ചോദ്യം എന്ത്? എ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്, ബി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, സി നിങ്ങളുടെ വിശ്വാസം എവിടെ, ഡി നിങ്ങൾ നിയമം പാലിക്കുന്നുണ്ടോ. ഉത്തരം എ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്. ചോദ്യം 7. നിങ്ങൾ എന്തിനെ സ്വീകരിച്ചത്? നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്. എ നിയമം, ബി സ്നാനം, സി ശിക്ഷാവിധി, ഡി ആത്മാവിനെ. ഉത്തരം ഡി ആത്മാവിനെ. ചോദ്യം 8. പൂരിപ്പിക്കുക. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് ഡാഷ് അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? എ നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ, ബി സൽപ്രവൃത്തികളാലോ, സി പാരമ്പര്യത്താലോ, ഡി ഉപവാസത്താലോ. ഉത്തരം എ നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ. ചോദ്യം 9. എന്ത് നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്? എ പഴയ നിയമം, ബി വിശ്വാസത്തിൻ്റെ അനുസരണം, സി ദൈവത്തിൻ്റെ കോപം, ഡി പുണ്യവാളന്മാരുടെ ചരിത്രം. ഉത്തരം ബി വിശ്വാസത്തിൻ്റെ അനുസരണം. ചോദ്യം 10. എവിടെ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്? എ വിശ്വാസത്തിൽ, ബി നിയമത്തിൽ, സി ആത്മാവിൽ, ഡി ലോകത്തിൽ. ഉത്തരം സി ആത്മാവിൽ. ചോദ്യം 11. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ എവിടെ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്? എ ശരീരത്തിൽ, ബി അടിമത്തത്തിൽ, സി മരണത്തിൽ, ഡി പാപത്തിൽ. ഉത്തരം എ ശരീരത്തിൽ. ചോദ്യം 12. നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ എന്ന ചോദ്യത്തെ തുടർന്നുള്ള വിശുദ്ധ പൗലോസിൻ്റെ പ്രസ്താവന എന്ത്? എ അത് നന്നായി, ബി ഉപകാരപ്രദം,
സി ദൈവഹിതം, ഡി തീർത്തും വ്യർത്ഥം. ഉത്തരം ഡി തീർത്തും വ്യർത്ഥം. ചോദ്യം 13. ഗലാത്യക്കാരുടെ ഏത് അനുഭവത്തെക്കുറിച്ചാണ് വ്യർത്ഥമായിരുന്നുവോ തീർത്തും വ്യർത്ഥം എന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? എ ചെയ്ത പാപങ്ങൾ, ബി പഠിച്ച നിയമങ്ങൾ, സി സഹിച്ചവയത്രയും, ഡി നൽകിയ ദാനങ്ങൾ. ഉത്തരം സി സഹിച്ചവയത്രയും. ചോദ്യം 14. ഗലാത്യ 3:5 യേശുക്രിസ്തു ഗലാത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച 2 കാര്യങ്ങൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇതിൽ ആദ്യം പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്, ബി ആത്മാവിനെ നൽകിയതിന്, സി വചനം പ്രഘോഷിക്കുന്നതിന്, ഡി നിയമം നൽകിയതിന്. ഉത്തരം ബി ആത്മാവിനെ നൽകിയതിന്. ചോദ്യം 15. ഗലാത്യ 3:5 യേശുക്രിസ്തു ഗലാത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച 2 കാര്യങ്ങൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ ആത്മാവിനെ നൽകുന്നതിന്, ബി പാപങ്ങൾ ക്ഷമിക്കുന്നതിന്, സി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്, ഡി സഭ സ്ഥാപിക്കുന്നതിന്. ഉത്തരം സി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്. ചോദ്യം 16 പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഡാഷ് അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? എ വിശ്വാസം നിമിത്തമോ, ബി നിയമാനുഷ്ഠാനം നിമിത്തമോ, സി വിശുദ്ധി നിമിത്തമോ, ഡി പ്രാർത്ഥന നിമിത്തമോ. ഉത്തരം ബി നിയമാനുഷ്ഠാനം നിമിത്തമോ. ചോദ്യം 17. ഗലാത്യ 3:6 പ്രകാരം അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ പ്രസ്താവിക്കുന്ന അവൻ ആരാണ്? എ മോശ, ബി ക്രിസ്തു, സി അബ്രാഹം, ഡി പൗലോസ്. ഉത്തരം സി അബ്രാഹം. ചോദ്യം 18. ഏത് അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണ് ഗലാത്യ 3:6 പറയുന്നത്? എ ബലിയർപ്പിച്ചത്, ബി ദൈവത്തെ വിശ്വസിച്ചത്, സി കാനാനിൽ താമസിച്ചത്, ഡി നിയമം പാലിച്ചത്. ഉത്തരം ബി ദൈവത്തെ വിശ്വസിച്ചത്. ചോദ്യം 19. അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് എന്തിനിടയാക്കി എന്നാണ് ഗലാത്യ 3:6 പറയുന്നത്? എ രാജാവാകാൻ, ബി വലിയ സമ്പത്തിന്, സി നീതിയായി പരിഗണിക്കപ്പെടാൻ, ഡി ശപിക്കപ്പെടാൻ. ഉത്തരം സി നീതിയായി പരിഗണിക്കപ്പെടാൻ. ചോദ്യം 20. ഗലാത്യ 3:7 പ്രകാരം ആരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ? എ ഇസ്രായേല്യർ, ബി വിശ്വാസമുള്ളവർ, സി നിയമജ്ഞർ, ഡി വിജാതീയർ. ഉത്തരം ബി വിശ്വാസമുള്ളവർ. ചോദ്യം 21. ഗലാത്യ 3:7 പ്രകാരം വിശ്വാസമുള്ളവർ ആരെന്നാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? എ ദൈവത്തിൻ്റെ അടിമകൾ, ബി പുതിയ ജനത, സി അബ്രാഹത്തിൻ്റെ മക്കൾ, ഡി നിയമത്തിൻ്റെ അനുയായികൾ. ഉത്തരം സി അബ്രാഹത്തിൻ്റെ മക്കൾ. ചോദ്യം 22. ദൈവം നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ച സദ്വാർത്ത എന്താണ്? എ നിനക്ക് ഒരു പുത്രനെ ലഭിക്കും, ബി നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും, സി നീ കാനാൻ ദേശം ഭരിക്കും, ഡി നിൻ്റെ പേര് വലുതാകും. ഉത്തരം ബി നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും. ചോദ്യം 23. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ ദൈവം അറിയിച്ചത് ആരെയാണ്? എ മോശയെ, ബി പൗലോസിനെ, സി അബ്രാഹത്തെ, ഡി ദാവീദിന്. ഉത്തരം സി അബ്രാഹത്തെ. ചോദ്യം 24. ആരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചത്? എ ഇസ്രായേല്യരെ, ബി വിജാതീയരെ, സി ഫരിസേയരെ, ഡി സദൂക്യരെ. ഉത്തരം ബി വിജാതീയരെ. ചോദ്യം 25. വിശ്വാസമുള്ളവർ വിശ്വാസിയായ ആരോടൊത്താണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? എ ഇസ്ഹാക്കിനോടൊത്ത്, ബി യാക്കോബിനോടൊത്ത്, സി അബ്രാഹത്തോടൊത്ത്, ഡി ക്രിസ്തുവിനോടൊത്ത്.
ഉത്തരം സി അബ്രാഹത്തോടൊത്ത്. ചോദ്യം 26. വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നവർ ആരാണ്? എ ധനികർ, ബി ജ്ഞാനികൾ, സി വിശ്വാസമുള്ളവർ, ഡി നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്നവർ. ഉത്തരം സി വിശ്വാസമുള്ളവർ. ചോദ്യം 27. എന്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്? എ ദൈവകൃപയിൽ, ബി നിയമാനുഷ്ഠാനത്തിൽ, സി വാഗ്ദാനത്തിൽ, ഡി സ്നേഹത്തിൽ. ഉത്തരം ബി നിയമാനുഷ്ഠാനത്തിൽ. ചോദ്യം 28. എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ആരെന്നാണ് നിയമഗ്രന്ഥത്തിൽ പറയുന്നത്? എ ഭോഷൻ, ബി ശപിക്കപ്പെട്ടവൻ, സി പാപി, ഡി ദുർബലൻ. ഉത്തരം ബി ശപിക്കപ്പെട്ടവൻ. ചോദ്യം 29. എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണ്? എ സങ്കീർത്തനങ്ങളിൽ, ബി നിയമഗ്രന്ഥത്തിൽ, സി സുവിശേഷത്തിൽ, ഡി പ്രവാചക പുസ്തകങ്ങളിൽ. ഉത്തരം ബി നിയമഗ്രന്ഥത്തിൽ. ചോദ്യം 30. നിയമം വഴി ഒരുവനും നീതീകരിക്കപ്പെടാത്തത് എവിടെയാണ്? എ ലോകത്തിൻ്റെ മുമ്പിൽ, ബി ദൈവസന്നിധിയിൽ, സി സഭയിൽ, ഡി മനുഷ്യരുടെ ഇടയിൽ. ഉത്തരം ബി ദൈവസന്നിധിയിൽ. ചോദ്യം 31. വിശ്വാസം വഴി ജീവിക്കുന്നത് ആരെന്നാണ് ഗലാത്യ 3:11 പറയുന്നത്? എ പാപി, ബി ബലവാൻ, സി നീതിമാൻ, ഡി ധനികൻ. ഉത്തരം സി നീതിമാൻ. ചോദ്യം 32. എന്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്നാണ് ഗലാത്യ 3:12 പൗലോസ് ശ്ലീഹ പ്രഖ്യാപിക്കുന്നത്? എ സ്നേഹത്തിൻ്റെ, ബി കൃപയുടെ, സി വാഗ്ദാനത്തിൻ്റെ, ഡി നിയമത്തിൻ്റെ. ഉത്തരം ഡി നിയമത്തിൻ്റെ. ചോദ്യം 33. അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ഗലാത്യ 3:12. ഇവിടെ അവ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എ അത്ഭുതങ്ങളെ, ബി ബലികളെ, സി നിയമത്തെ, ഡി പാപങ്ങളെ. ഉത്തരം സി നിയമത്തെ. ചോദ്യം 34. ക്രിസ്തു നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് എപ്രകാരമാണ്? എ യുദ്ധം ചെയ്തുകൊണ്ട്, ബി നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്, സി സ്നാനം വഴിയായി, ഡി നിയമം ലംഘിച്ചുകൊണ്ട്. ഉത്തരം ബി നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്. ചോദ്യം 35. ഗലാത്യ 3:13 പ്രകാരം ആരെയാണ് ശപിക്കപ്പെട്ടവനായി കണക്കാക്കുന്നത്? എ കള്ളം പറയുന്നവനെ, ബി മരത്തിൽ തൂക്കപ്പെടുന്നവനെ, സി വിശ്വാസമില്ലാത്തവനെ, ഡി നിയമം അറിയാത്തവനെ. ഉത്തരം ബി മരത്തിൽ തൂക്കപ്പെടുന്നവനെ. ചോദ്യം 36. ആർക്ക് ലഭിച്ച അനുഗ്രഹമാണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപിച്ചത്? എ മോശയ്ക്ക്, ബി ദാവീദിന്, സി അബ്രാഹത്തിന്, ഡി പൗലോസിന്. ഉത്തരം സി അബ്രാഹത്തിന്. ചോദ്യം 37. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ആര് വഴിയാണ് വിജാതീയരിലേക്ക് വ്യാപിച്ചത്? എ പ്രവാചകൻ വഴി, ബി മോശ വഴി, സി യേശുക്രിസ്തു വഴി, ഡി ദൂതൻ വഴി. ഉത്തരം സി യേശുക്രിസ്തു വഴി. ചോദ്യം 38. വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടത് എന്താണെന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 3:14 പ്രസ്താവിക്കുന്നത്? എ ലോകത്തിൻ്റെ അംഗീകാരം, ബി വലിയ സമ്പത്ത്, സി ആത്മാവിൻ്റെ വാഗ്ദാനം, ഡി നിയമപരമായ അധികാരം. ഉത്തരം സി ആത്മാവിൻ്റെ വാഗ്ദാനം. ചോദ്യം 39. ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം അതിൽ ചെയ്യാറില്ലാത്ത ആദ്യത്തെ കാര്യം എന്ത്? എ വായിക്കാറില്ല, ബി അസാധുവാക്കാറില്ല, സി പകർപ്പ് എടുക്കാറില്ല, ഡി രഹസ്യമാക്കാറില്ല. ഉത്തരം ബി അസാധുവാക്കാറില്ല. ചോദ്യം 40. ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം അതിൽ ചെയ്യാറില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്ത്? എ സൂക്ഷിച്ചു വയ്ക്കാറില്ല, ബി മറ്റുള്ളവരെ കാണിക്കാറില്ല, സി മാറ്റം വരുത്താറില്ല, ഡി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറില്ല. ഉത്തരം ഡി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറില്ല.
ചോദ്യം 41. അബ്രാഹത്തോടൊപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്ക് കൂടിയാണ്? എ അവൻ്റെ പിതാവിന്, ബി അവൻ്റെ സന്തതിക്കും, സി അവൻ്റെ ശിഷ്യന്മാർക്ക്, ഡി ദാസന്മാർക്കും. ഉത്തരം ബി അവൻ്റെ സന്തതിക്കും. ചോദ്യം 42. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. ഗലാത്യ 3:16. ഇവിടെ സന്തതി എന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ ഇസ്രായേൽ ജനത്തെ, ബി ഇസ്മായേലിനെ, സി ക്രിസ്തുവിനെ, ഡി പൗലോസിനെ. ഉത്തരം സി ക്രിസ്തുവിനെ. ചോദ്യം 43. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനങ്ങൾ നൽകി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം നിലവിൽ വന്നത്? എ 100, ബി 430, സി 500, ഡി 400. ഉത്തരം ബി 430. ചോദ്യം 44. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച എന്തിനെയാണ് അസാധുവാക്കാത്തത്? എ ഉടമ്പടിയെ, വാഗ്ദാനത്തെ, ബി ബലികളെ, സി ആചാരങ്ങളെ, ഡി നിയമങ്ങളെ. ഉത്തരം എ ഉടമ്പടിയെ, വാഗ്ദാനത്തെ. ചോദ്യം 45. പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും എന്തിൽ നിന്നായിരിക്കില്ല? എ വംശത്തിൽ നിന്ന്, ബി പ്രവൃത്തിയിൽ നിന്ന്, സി വാഗ്ദാനത്തിൽ നിന്ന്, ഡി സൽപ്രവൃത്തിയിൽ നിന്ന്. ഉത്തരം സി വാഗ്ദാനത്തിൽ നിന്ന്. ചോദ്യം 46. പാരമ്പര്യാവകാശം ലഭിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് ചോദിക്കുന്ന ചോദ്യമെന്ത്? എ സ്നേഹം എവിടെ, ബി പിന്നെന്തിനാണ് നിയമം, സി സമാധാനം എവിടെ, ഡി വിശ്വാസം എവിടെ. ഉത്തരം ബി പിന്നെന്തിനാണ് നിയമം. ചോദ്യം 47. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ നിയമം നൽകപ്പെടാനുള്ള കാരണമെന്ത്? എ അറിവ് വർദ്ധിക്കാൻ, ബി സ്നേഹം വർദ്ധിക്കാൻ, സി പാപങ്ങൾ നിമിത്തം, ഡി ഭയം വർദ്ധിക്കാൻ. ഉത്തരം സി പാപങ്ങൾ നിമിത്തം. ചോദ്യം 48. ദൈവദൂതന്മാർ വഴി ആരിലൂടെയാണ് നിയമം വിളംബരം ചെയ്യപ്പെട്ടത്? എ രാജാവിലൂടെ, ബി പുരോഹിതനിലൂടെ, സി മധ്യവർത്തിയിലൂടെ, ഡി പ്രവാചകനിലൂടെ. ഉത്തരം സി മധ്യവർത്തിയിലൂടെ. ചോദ്യം 49. ഏത് സാഹചര്യത്തിൽ മാത്രമേ ഒരു മധ്യവർത്തിയുടെ ആവശ്യം വരുന്നുള്ളൂ? എ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ, ബി ഒരാൾ മാത്രമാണെങ്കിൽ, സി ആരുമില്ലെങ്കിൽ, ഡി എല്ലാവരും തുല്യരാണെങ്കിൽ. ഉത്തരം എ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ. ചോദ്യം 50. ഗലാത്യ 3:20 ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്ത്? എ ദൈവം സ്നേഹമാണ്, ബി ദൈവം ശക്തനാണ്, സി ദൈവം ഏകനാണ്, ഡി ദൈവം നീതിമാനാണ്. ഉത്തരം സി ദൈവം ഏകനാണ്. ചോദ്യം 51. നിയമം ദൈവത്തിൻ്റെ എന്തിന് വിരുദ്ധമാണോ എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്? എ ആഗ്രഹങ്ങൾക്ക്, ബി വാഗ്ദാനങ്ങൾക്ക്, സി പദ്ധതികൾക്ക്, ഡി താൽപ്പര്യങ്ങൾക്ക്. ഉത്തരം ബി വാഗ്ദാനങ്ങൾക്ക്. ചോദ്യം 52. എന്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? എ പുതിയ നിയമം, ബി കർക്കശമായ നിയമം, സി ജീവദായകമായ ഒരു നിയമം, ഡി പഴയ നിയമം. ഉത്തരം സി ജീവദായകമായ ഒരു നിയമം. ചോദ്യം 53. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എന്ത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയാണ് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? എ ലോകം നശിക്കപ്പെടാൻ, ബി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്, സി നിയമം കൂടുതൽ ശക്തമാകാൻ, ഡി എല്ലാവരും ശിക്ഷിക്കപ്പെടാൻ. ഉത്തരം ബി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്. ചോദ്യം 54. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഗലാത്യ 3:23 പറയുന്നത്? എ നിയമത്തിൻ്റെ കാവലിലായിരുന്നു, ബി പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു, സി പൂർണ്ണ സ്വാതന്ത്ര്യത്തിലായിരുന്നു, ഡി സ്വർഗീയ അനുഭവത്തിലായിരുന്നു. ഉത്തരം എ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. ചോദ്യം 55. ഏത് കാലം വരെയാണ് നമ്മൾ നിയമത്തിന് അധീനരായി കഴിഞ്ഞത് എന്നാണ് ഗലാത്യ 3:23 പറയുന്നത്?
എ മരണം വരെ, ബി സഭ സ്ഥാപിതമാകുന്നതുവരെ, സി ലോകാവസാനം വരെ, ഡി വിശ്വാസം വെളിപ്പെടുന്നതുവരെ. ഉത്തരം ഡി വിശ്വാസം വെളിപ്പെടുന്നതുവരെ. ചോദ്യം 56. ഏത് കാലം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു എന്നാണ് ഗലാത്യ 3:24 പറയുന്നത്? എ ക്രിസ്തുവിൻ്റെ ആഗമനം വരെ, ബി മോശയുടെ മരണം വരെ, സി പ്രവാചകന്മാർ വരുന്നത് വരെ, ഡി ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നത് വരെ. ഉത്തരം എ ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. ചോദ്യം 57. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു, എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പാലകന് അധീനരല്ലാത്തത്? എ നിയമം റദ്ദാക്കപ്പെട്ടതിനാൽ, ബി വിശ്വാസം സമാഗതമായ നിലയ്ക്ക്, സി ലോകം മാറിയതിനാൽ, ഡി ഭയം ഇല്ലാത്തതിനാൽ. ഉത്തരം ബി വിശ്വാസം സമാഗതമായ നിലയ്ക്ക്. ചോദ്യം 58. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണ് എന്നാണ് വചനം പറയുന്നത്? എ നിയമത്തിൻ്റെ ദാസർ, ബി ലോകത്തിൻ്റെ മക്കൾ, സി ദൈവപുത്രന്മാരാണ്, ഡി പാപത്തിൻ്റെ അടിമകൾ. ഉത്തരം സി ദൈവപുത്രന്മാരാണ്. ചോദ്യം 59. എപ്രകാരമാണ് നാമെല്ലാം ദൈവപുത്രന്മാരായി മാറുന്നത്? എ നിയമം അനുഷ്ഠിക്കുന്നതിലൂടെ, ബി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി, സി ബലികൾ അർപ്പിക്കുന്നത് വഴി, ഡി വംശപരമ്പര വഴി. ഉത്തരം ബി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ചോദ്യം 60. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്നവരുടെ അവസ്ഥ, പ്രത്യേകത എന്തെന്നാണ് ഗലാത്യ 3:27 പറയുന്നത്? എ അവർ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ബി അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, സി അവർ ലോകത്തെ വെറുക്കുന്നു, ഡി അവർ മാലാഖമാരാക്കുന്നു. ഉത്തരം ബി അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ചോദ്യം 61. ഗലാത്യ 3:28 എത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? എ 3, ബി 12, സി 6, ഡി 10. ഉത്തരം സി 6. ചോദ്യം 62. ഗലാത്യ 3:28 വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ രണ്ടാമത് പ്രതിപാദിക്കുന്ന വിഭാഗം ഏത്? എ യഹൂദർ, ബി ഗ്രീക്കുകാർ, സി അടിമകൾ, ഡി സ്വതന്ത്രർ. ഉത്തരം ബി ഗ്രീക്കുകാർ. ചോദ്യം 63. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 3:29 പറയുന്നത്? എ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ബി പുതിയ ഇസ്രായേലിയരാണ്, സി നിയമത്തിൻ്റെ അവകാശികളാണ്, ഡി ലോകത്തിൻ്റെ അധിപന്മാരാണ്. ഉത്തരം എ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ചോദ്യം 64. ഗലാത്യ 3:6 സമാനമായി പഴയ നിയമത്തിൽ പറയുന്ന വാക്യമേത്? എ പുറപ്പാട് 20:1, ബി ഉൽപ്പത്തി 15:6, സി ലേവ്യർ 19:18, ഡി സങ്കീർത്തനം 23:1. ഉത്തരം ബി ഉൽപ്പത്തി 15:6. ചോദ്യം 65. ഗലാത്യ 3:11 സമാനമായി പഴയ നിയമത്തിൽ പറയുന്ന വാക്യമേത്? എ ഏശയ്യ 40:1, ബി ഹബക്കുക്ക് 2:4, സി മലാക്കി 3:10, ഡി ആമോസ് 5:24. ഉത്തരം ബി ഹബക്കുക്ക് 2:4. ചോദ്യം 66 പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ ഡാഷ് വിശ്വസിച്ചതുകൊണ്ടോ? എ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത്, ബി ദൈവത്തിൽ, സി വചനത്തിൽ, ഡി അബ്രാഹത്തിൽ. ഉത്തരം എ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത്. ചോദ്യം 67. ഗലാത്യ 3:17 സമാനമായി പഴയ നിയമത്തിൽ പറയുന്ന വാക്യമേത്? എ പുറപ്പാട് 12:40, ബി നിയമാവർത്തനം 6:4, സി ഏശയ്യ 1:8, ഡി ന്യായാധിപന്മാർ 2:1. ഉത്തരം എ പുറപ്പാട് 12:40. ചോദ്യം 68. അധ്യായവും വാക്യവും ഏത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. എ ഗലാത്യ 3:1, ബി ഗലാത്യ 3:10, സി ഗലാത്യ 3:26, ഡി ഗലാത്യ 3:29.
ഉത്തരം സി ഗലാത്യ 3:26. ചോദ്യം 69. നിയമാനുസൃതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു. ഇതിന് സമാനമായ ഗലാത്യ വാക്യം ഏത്? എ ഗലാത്യ 3:12, ബി ഗലാത്യ 3:11, സി ഗലാത്യ 3:27, ഡി ഗലാത്യ 3:30. ഉത്തരം എ ഗലാത്യ 3:12. ചോദ്യം 70. അധ്യായവും വാക്യവും ഏത്? വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. എ ഗലാത്യ 3:13, ബി ഗലാത്യ 3:12, സി ഗലാത്യ 3:28, ഡി ഗലാത്യ 3:23. ഉത്തരം ഡി ഗലാത്യ 3:23. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.